നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക്. സംസ്ഥാനത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തുന്നു. പകരം പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. നിരവധി മാറ്റങ്ങളോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന VBG റാം പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ കാർഡിന്റെ പ്രാബല്യം തുടരും. പുതിയ പദ്ധതിയുടെ കാർഡ് ലഭിക്കുന്നതുവരെ KYC ചെയ്ത നിലവിലെ കാർഡുകൾ ഉപയോഗിക്കാമെന്നാണ് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ദിനങ്ങൾ 100 ആയിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് 125 ആകും. കേരളത്തിൽ ദിവസവേതനം 401 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം പദ്ധതിയിൽ കേന്ദ്ര വിഹിതം കുറച്ചിട്ടുണ്ട്. നേരത്തെ 100% കൂലി ചെലവ് കേന്ദ്ര സർക്കാർ വഹിച്ചിരുന്നിടത്ത് ഇനി മുതൽ 60% കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്നാൽ VBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേത് അടക്കം കൃഷിഭൂമിയിലെ ഭൂമി വികസന ജോലികൾ അനുവദിക്കില്ല. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാനാകൂ. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തികൾക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾക്ക് അനുമതിയുണ്ട്. VBG റാംജി പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത്. അങ്കണവാടി, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം, വിശ്രമത്തിനായുള്ള പന്തൽ, സർക്കാർ സ്കൂളുകൾക്കും മറ്റും ചുറ്റുമതിലിനോ ശുചിമുറികളോ നിർമ്മിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയവ കരടിലുണ്ട്. കനാലുകളും ഓവുചാലുകളും വൃത്തിയാക്കൽ, മണ്ണിടിച്ചിൽ തടയാൻ ഭിത്തി, ചെറിയ തടയണ, നീർത്തടം, കനാൽ, മഴക്കുഴികൾ തുടങ്ങിയവയുടെ നിർമ്മാണം, കുഴൽക്കിണർ പുനരുദ്ധാരണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, കാട്ടുതീ തടയൽ, റോഡ് നിർമ്മാണം തുടങ്ങിയവയും പട്ടികയിലുണ്ട്. മാലിന്യ സംസ്കരണത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളും കരടിലുണ്ട്. പേരിലെ മാറ്റം മാത്രമല്ല, നിരവധി മാറ്റങ്ങളോടെയാണ് ഈ ഒരു പുതിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രീകൃത പോർട്ടൽ വഴി തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാം. ജോലി ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകം തൊഴിൽ നൽകണമെന്നാണ് വ്യവസ്ഥ. അത് നടന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളിക്ക് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടി വരും. തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് കൂലി നേരിട്ട് ആഴ്ചാടിസ്ഥാനത്തിലോ പരമാവധി 15 ദിവസത്തിനകമോ കൈമാറണം. കാലതാമസം വരുത്തിയാൽ പ്രതിദിനം 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. പദ്ധതിയിൽ അംഗമാകുന്ന തൊഴിലാളികളുടെ കൂലി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഈ നിരക്ക് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല. ഇനി മുതൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലെ ജോലികൾ അനുവദിക്കില്ല. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ്. പണികളുടെ പരിശോധന പഞ്ചായത്ത് തലത്തിലാണ് നടക്കുക. പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന തൊഴിൽ കാർഡിന്റെ കാലാവധി 3 വർഷമാണ്. കാലാവധി പൂർത്തിയായാൽ പുതുക്കുകയും ചെയ്യാം. പണിയെടുത്തു എന്ന വ്യാജ രേഖകൾ ഉണ്ടാക്കാനാവില്ല. ക്രമക്കേടുകൾ തടയുന്നതിനായി ബയോമെട്രിക് പഞ്ചിങ്, ജിയോസ്പേഷ്യൽ ട്രാക്കിംഗ്, തത്സമയ ഡാഷ്ബോർഡുകൾ എന്നിവ പദ്ധതിയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. കായികാധ്വാനം ഏറെ വേണ്ട പണികളാണ് VBG റാംജിയിലെ പട്ടികയിലുള്ളത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 22 ലക്ഷം തൊഴിലാളികളിൽ 40%വും 60 വയസ്സിന് മുകളിലുള്ളവരായതിനാൽ അത് പ്രശ്നമായേക്കാം. പുതിയ പദ്ധതി പ്രകാരം സാധാരണ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ്. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഇത് 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും പങ്കിടേണ്ടി വരും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ്. അതായത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് പല്ലുകൾക്ക് ബലക്ഷയം വരിക, അതുപോലെ തന്നെ അവ നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ അവരുടെ ആരോഗ്യപരമായും മാനസികപരമായും ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യനീതി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിൽ ഇതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാക്കുന്നുണ്ട്. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. നിലവിൽ 5000 രൂപ നൽകി വരുന്ന ഈ ഒരു പദ്ധതിയിൽ ഇപ്പോൾ 10000 രൂപ വരെ ചികിത്സാ സഹായമായി നൽകുന്നുണ്ട്. റേഷൻ കാർഡിൻ്റെയോ BPL സർട്ടിഫിക്കറ്റിൻ്റെയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ്, ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസ് മുഖേന അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.